ഞങ്ങൾക്ക് ഈ പ്രായത്തിൽ ലിപ്സ്റ്റിക് ഇട്ടാണ് നടത്തിരുന്നത്. കൊച്ചിനോട് അരിശത്തിലൊന്നും വർത്താനം പറയാതെ കരുതട്ടാ. ഹലോ, ഞാൻ ചോദിക്കാം. ശരി, സായയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സായ, നീ നിന്റെ കൂട്ടുകാരത്തിന്റെ ലിപ്സ്റ്റിക് എടുത്തായിരുന്ന? ആ കൊച്ചിപ്പ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ അടിച്ചു തീർത്തു എന്നാണ് അവള് പറഞ്ഞത്. നീ ഇവിടെ ആവശ്യത്തിന് ഒരുങ്ങിയിട്ടല്ലേ ഓണ സെലിബ്രേഷന് പോയത്. നിന്നെ നന്നായിട്ടല്ലേ ഒരുക്കി വിട്ടത്. പിന്നെ നീ വല്ലവന്റെ സാധനം എടുക്കണം എന്തിനാണ്? ഈ കണ്ടവരുടെ വായിലിരിക്കണ കേൾക്കേണ്ട കാര്യമുണ്ടോ നിനക്ക്? അവൾ ആദ്യം എന്താ ചെയ്തു വെച്ചേക്കണെന്ന് ചോദിക്കും. ഇപ്പൊ വല്ല പിള്ളേരും വിളിച്ച് എന്നോട് കംപ്ലൈന്റ് പറയുമ്പോ എനിക്ക് എന്തോരം വിഷമം ഉണ്ടാവും അവളെ കുറിച്ച് പറയുമ്പോഴേ. ഇവിടെ അത്ര നന്നായിട്ട് ഞാൻ ഒരുക്കി വിട്ടതാണ്. എന്നിട്ട് വല്ല പിള്ളേരുടെ ലിപ്സ്റ്റിക് ഒക്കെ ചോദിക്കാണ്ടൊക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ? ആ പിള്ളേരുടെ വായിലിരിക്കണ കേൾക്കേണ്ട കാര്യം. അമ്മേ, ഓൺ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് പറഞ്ഞില്ലേ, അപ്പൊ വണ്ടിയിൽ വെച്ച് ഈ കാര്യം അമ്മ എന്റെ അടുത്ത് പറഞ്ഞു. കൊച്ചിനോട് അരിശത്തിലൊന്നും വർത്താനം പറയാതെ കരുതട്ടാ. എല്ലാം സമാധാനമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണോട്ടേറ്റു. അമ്മ എന്തീ പറയണേ? ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് എന്തിനാ ലിപ്സ്റ്റിക്? ഞങ്ങൾക്ക് ഈ പ്രായത്തിൽ ലിപ്സ്റ്റിക് ഇട്ടാണ് നടത്തിരുന്നത്. ഞങ്ങൾക്ക് നിങ്ങൾ ഈ ലിപ്സ്റ്റിക്കോ ഐലൈനറോ എന്തെങ്കിലുമൊക്കെ മേടിച്ചു തന്നിട്ടുണ്ടോ? ഇവക്കാണെങ്കിൽ ഐലൈനർ, ലിപ്സ്റ്റിക്, ഈ വക മേക്കപ്പ് സെറ്റ് ഒന്നും കാണാൻ പാടില്ല. അവർക്ക് അപ്പത്തേക്കും തുടങ്ങും. ഭയങ്കര ഒരു അട്രാക്ഷൻ അതിനോട്. എന്തെങ്കിലും ആവട്ടെ, ഇന്നത്തെ പിള്ളേരല്ലേ, എല്ലാവരും അവളുടെ കൂട്ടുകാരികളൊക്കെ തേച്ചുകൊണ്ടൊക്കെ വരുമ്പോ മേക്കപ്പ് ഒക്കെ ഇട്ട് വരുമ്പോ അവർക്ക് ഒരു വിഷമം വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അത്യാവശ്യം ചെയ്ത് വിടുന്നത്. പിന്നെ അവിടെ പോയി ചെയ്യേണ്ട കാര്യം ഉണ്ടെന്നാണ് എന്റെ ചോദ്യം. അതിന്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ വായിലിക്കണ കേൾക്കേണ്ട വന്നത്. പിന്നെ എന്തിനാണ് ഇന്നൊക്കെ അങ്ങനെ എടുത്തടിച്ചത്? ആവശ്യമുള്ള സാധനമൊക്കെ അപ്പന അമ്മ മേടിച്ചു തന്നില്ലേ? ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടാ. ആയിക്കുട്ടിക്ക് എന്ത് വേണമെങ്കിലും അമ്മമ്മ അപ്പാപ്പ എല്ലാം മേടിച്ചു തന്നതല്ലേ. മോൻ പിന്നെ വേറെ ആൾക്കാരുടെ എന്തെങ്കിലും എടുക്കണത് മോൻ എന്തെങ്കിലും പറയുമ്പോ അമ്മമ്മക്ക് അപ്പാപ്പക്കെല്ലാം വിഷമല്ലേ മോനെ? സോറി അപ്പാപ്പ അമ്മാമ്മേ, ഞാൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യൂല. എനിക്ക് ആ സമയത്ത് ആ കളർ കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് അടിച്ചത്. സോറി, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ആവശ്യത്തിന് ഏറെ മക്കൾക്ക് അപ്പനും അമ്മയും ചെയ്യണുണ്ട് ഇല്ലേ? പോരാത്ത അപ്പാപ്പനും മേടിച്ചു തന്നില്ലേ? അപ്പൊ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടാ. മക്കളുടെ സാധനങ്ങൾ മാത്രമേ മക്കൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരാളുടെ സാധനം എടുക്കാൻ പാടേയില്ല കേട്ടാ. പറഞ്ഞിട്ടില്ല?